നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസ്ഥാനിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് വിശുദ്ധമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ വചന പഠനത്തിനായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 2 ഉപമകളെ പറ്റി ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദോർത്തി ആ വാക്യം വായിക്കാം. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടും തന്റെ സന്തോഷത്താൽ ചെന്ന് കൈക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗ്ഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാലെ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് അത് വാങ്ങി. വളരെ ലളിതമായിട്ടുള്ള 2 ഉപമകളാണ് ഇവിടെ കർത്താവ് പറയുന്നത്. 5ഉം 6ഉം ഉപമകളാണ് ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5ാമത്തെ ഉപമ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗരാജ്യത്തെ വയലിൽ ഒളിപ്പിച്ച നിധിയോട് ഉപമിച്ചിരിക്കുന്നു. നാം വായിക്കുന്നത് സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു, മറച്ചിട്ടു, തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് നാം വായിക്കുന്നു. അല്പം കൂടെ വിശദമായി ചിന്തിച്ചാൽ, ഒരാളുടെ സ്വന്തം വയൽ, അതിനകത്ത് നിധി കുഴിച്ചിട്ടിരിക്കുന്നു. വേറൊരു മനുഷ്യൻ ആ നിധി കണ്ടെത്തി. ആ മനുഷ്യൻ ആരോടും പറയാതെ അത് മൂടി വെച്ചിട്ട്, അല്ലെങ്കിൽ മറച്ച് വെച്ചിട്ട് വളരെ സന്തോഷം നിറഞ്ഞവനായി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന ശേഷം അവൻ്റെ വസ്തുവും സ്ഥലവും എല്ലാം വിറ്റ ശേഷം ആ പൈസ കൊണ്ട് നിധി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലം വിലയ്ക്ക് വാങ്ങി. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉപമയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. കർത്താവ് ഈ ഉപമ പറയുമ്പോൾ തൻ്റെ കേൾവിക്കാർക്ക് വളരെ പരിചയമുള്ളതും അനുഭവമുള്ളതുമായിട്ടുള്ള ഒരു അനുഭവമാണിത്. എന്നാൽ ഇതിൻ്റെ വിശദീകരണം കർത്താവ് ഇവിടെ നൽകുന്നില്ല. പാലസ്തീൻ നാടുകളിൽ ബൈബിൾ കാലഘട്ടങ്ങളിൽ അന്ന് ആൾക്കാരൊക്കെ അവരുടെ വിലപിടിപ്പുള്ളായിരിക്കുന്ന വസ്തുക്കളും സമ്പത്തുമൊക്കെ പാത്രങ്ങളിലും ഭരണിയിലും കലത്തിലുമൊക്കെ നിറച്ച് ഭൂമിക്കുള്ളിൽ അവരെ കുഴിച്ചിടുന്ന രീതി ഉണ്ടായിരുന്നു. ആ കാലത്ത് ബാങ്കുകളോ ലോക്കറുകളോ നിക്ഷേപ സംഭരണ കേന്ദ്രങ്ങളോ ഭദ്രമായി സൂക്ഷിക്കുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാ മനുഷ്യരും പ്രാചീന കാലങ്ങളിൽ അവർ ഭൂമിക്കുള്ളിൽ കുഴികൾ കുഴിച്ച് ഗുഹയുണ്ടാക്കി അതിനകത്താണ് സൂക്ഷിച്ച് വച്ചിരുന്നത്. ആവശ്യ സന്ദർഭം വരുമ്പോൾ അവരതെടുത്തിട്ട് രാത്രികാലങ്ങൾ എടുത്തിട്ട് വീണ്ടും അവിടെ മൂടി വെച്ചിട്ട് പോവുകയാണ് രീതി. നമ്മുടെ രാജ്യത്തും പല സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളൊക്കെ നിധി കണ്ടെത്തിയവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പാലസ്തീൻ്റെ പ്രദേശങ്ങളിലെല്ലാം, ബഹുഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ നൂറ്റാണ്ടുകളായി യുദ്ധങ്ങൾ നടന്നു വന്നിരിക്കുന്ന പ്രദേശങ്ങളാണ്. വലിയ വലിയ യുദ്ധങ്ങളും വലിയ കെട്ടിടങ്ങളൊക്കെ താർന്നു കിടക്കുന്നതായിട്ട് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ ശത്രു സൈന്യം വന്ന് അവരുടെ സമ്പത്തുകളൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വേറെ സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് വീടിനുള്ളിൽ വെക്കാറില്ല. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ പുരയിടങ്ങളിൽ എവിടെയെങ്കിലും പോയി അത് കുഴിച്ചിടുകയായിരുന്നു അവരുടെ രീതികൾ എന്ന് പറയുന്നു. കാരണം ഏത് സമയത്ത് ശത്രു സൈന്യം വന്ന് ആക്രമിക്കാം, പട്ടാളത്തിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാം. അതുകൊണ്ട് വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന രീതികൾ ഇങ്ങനെയായിരുന്നു. അവർ ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇതിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന രീതി ഉണ്ടായിരുന്നു. യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ജോസിഫസ് തൻ്റെ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാർ ആ കാലഘട്ടങ്ങളിൽ ശത്രു വന്ന് അടിമണായി പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി, അത് അപഹരിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധാരണ സംഭവമായിരുന്നു. ഇവിടെ ഈ ഉപമയിലേക്ക് നാം വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് വയലിനെ പറ്റി അവിടെ വായിക്കുന്നു. ഫീൽ വയലിനെ പറ്റി വായിക്കുന്നു. 38ാമത്തെ വാക്യത്തിൽ നാം കടന്നു വരികയാണെങ്കിൽ
അവിടെ വയലിനെ ലോകത്തോട് ഉപമിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഒരു വയൽ എന്ന് പറയുന്നത് അത് ലോകമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ അതുപോലെ തന്നെ വയൽ എന്ന് പറയുന്നത് ലോകമാണ്. കൂടാതെ അതിൽ ഒരു ട്രഷർ അഥവാ നിധി ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു എന്ന് കാണും. അതിൻ്റെ അർത്ഥം വയലിൽ ഒരു നിധി ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ്. നാം ചില വാക്യഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതെന്താണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 19 5-ാം വാക്യത്തിൽ കടന്നു വരികയാണെങ്കിൽ അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്ന് പറയും. അപ്പോൾ ഭൂമി അത് വയലാണ്, ദൈവത്തിൻ്റെതാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സമ്പത്ത്. 135-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ കാണുന്നത്: യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ പറ്റി പറയുന്നത് അവർ ദൈവത്തിൻ്റെ നിക്ഷേപം. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ ട്രഷറായിട്ട്, നിക്ഷേപമായിട്ട്, സമ്പത്തായിട്ട് അവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വർത്തമാനകാലത്തിൽ ഇന്ന് ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവരൊരു ശേഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശേഷിപ്പ്. റോമാലേഖനം 11-5-ാം വാക്യത്തിൽ വായിക്കുന്നത് അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് വായിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിലെ നിധിയായിട്ടും പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൽ ഒരു ഭാഗത്തെ ശേഷിപ്പ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൽ ഒരു ശേഷിപ്പിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശേഷിപ്പ് എന്ന് പറയുന്നത് ദേശീയ ഇസ്രായേലിനകത്തുള്ള ഒരു ആത്മീയ ഇസ്രായേലാണ്. ദേശീയ ഇസ്രായേലിനകത്തുള്ള ആത്മീയ ഇസ്രായേലിനെയാണ് ശേഷിപ്പ് എന്ന് പറയുന്നു. യെശയ്യാപ്രവചനം 10-20-21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ശേഷിപ്പ് മടങ്ങി വരും. യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിലേക്ക് മടങ്ങി വരും എന്ന് പ്രവാചകനായിരിക്കേണ്ട യെശയ്യാ പറയും. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ ശേഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ കിടന്നു ചെല്ലുകയാണെങ്കിൽ നോഹയും കുടുംബവും ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പായിരുന്നു. ആ തലമുറയിലെല്ലാം വഷളത്ത് നിറഞ്ഞ തലമുറയായിരുന്നപ്പോൾ ഒരു ശേഷിപ്പ്, അത് നോഹയും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ലോത്തും 2 പെൺമക്കളും അവരൊരു ശേഷിപ്പായിരുന്നു. 1 രാജാക്കന്മാർ 19-18 കടന്നു വരുമ്പോൾ ബാലിന് മടങ്ങാത്ത 7000 പേർ ഒരു ശേഷിപ്പായിരുന്നു. യെശയ്യാപ്രവചനം 1-9 കാണുന്നത് സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമേറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് വായിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ശേഷിപ്പ്, ഒരു ചെറിയൊരു കൂട്ടത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടിമത്ത കാലഘട്ടങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ, പഴയ നിയമത്തിലെ അടിമത്ത പീരീഡിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെയും ചില ശേഷിപ്പുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എസ്തേർ ഒരു ശേഷിപ്പായിരുന്നു, മോർദെഖായി ഒരു ശേഷിപ്പായിരുന്നു, യഹസ്കേൽ ഒരു ശേഷിപ്പായിരുന്നു, ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവരൊക്കെ ഒരു ശേഷിപ്പായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവെങ്കിൽ അവിടെയും ഒരു ശേഷിപ്പ് കാണാൻ കഴിയുന്നുണ്ട്. അവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു യോഹന്നാൻ സ്നാപകന്, ശിമെയോന്, ഹന്ന. ഇവരൊക്കെ ഒരു ശേഷിപ്പ്, ദൈവത്തെ സ്നേഹിച്ചവരും ആരാധിച്ചവരും ഒക്കെ ആയിരുന്നു ആ കാലത്ത്. ഇനി സഭായുഗത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ, നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ റോമാലേഖനം 12-4-5 വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരമാണ് വിശ്വസിക്കുന്ന യഹൂദ വിശ്വാസികൾ സഭയിലുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരെന്നാണ് അവരെപ്പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഇസ്രായേൽ വംശത്തിൽ നിന്ന് ഒരു ശേഷിപ്പ് ഉള്ളതായിട്ട് കാണുവാൻ കഴിയുകയാണ്. ഇനിയും മഹോദര കാലത്തിലേക്ക് കടന്നില്ലാണെങ്കിൽ അവിടെയും ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-8 വരെ ഭാഗത്ത് കാണുവാൻ കഴിയും. ഇവിടെ 13-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ പറയുന്ന നിധി എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ
ഭൂമിയിലെ ശുശ്രൂഷ കാലത്ത് യഹൂദന്മാരുടെ ഒരു ശേഷിപ്പ് അഥവാ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു യഹൂദ കൂട്ടത്തെ പറ്റിയാണ് പറയുന്നത്. കർത്താവ് പറയുന്ന ഒരു ശേഷിപ്പ്, ഒരു മനുഷ്യൻ്റെ ഭൂമിക്കുള്ളിൽ നിധി ആയി സൂക്ഷിച്ചു വച്ചിരുന്നത് അത് യഹൂദ വംശത്തിൽപ്പെട്ടവരുടെ ഇടയിൽ നിന്നുള്ളായിരിക്കുന്ന ഒരു ശേഷിപ്പാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലയളവിൽ ഈ ഒരു ശേഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഇവർ ആരാണ്? വയലിൽ ഒളിപ്പിക്കപ്പെട്ടവരായിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. ആർക്കും അവരെ അറിയത്തില്ല, പക്ഷേ ദൈവം അവരെപ്പറ്റി അറിയുന്നു. എവിടെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവും. ഈ നിധി എന്ന് പറയുന്ന ശേഷിപ്പ്, ഈ നിധി ഒരു മനുഷ്യൻ കണ്ടു. ആ മനുഷ്യൻ എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. അവനത് കണ്ടു. യേശു ഈ ഒളിപ്പിച്ച് വെച്ച നിധി കണ്ടെത്തി, ആ യഹൂദന്മാരെ കണ്ടെത്തി. അവർ കൃപയാലുള്ള ഒരു ശേഷിപ്പാണ്. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പറ്റം വിശ്വാസ സമൂഹം. ഈ നിധിയെ കർത്താവായ യേശുക്രിസ്തു കണ്ടുപിടിച്ചെങ്കിലും അതിന് വില കൊടുക്കുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചു. അതിന് വില കൊടുത്ത് വാങ്ങുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചു. അത് കർത്താവ് ചെയ്തത്, ആ മനുഷ്യൻ ചെയ്തത്, ഈ കഥയിൽ പറയുന്ന മനുഷ്യൻ ചെയ്തത്, അവനുള്ളതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? ആ നിധി അവൻ വില കൊടുത്ത് വാങ്ങുന്നതായിട്ട് കാണുകയാണ്. ഈ നിധി സ്വന്തമാക്കുവാൻ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവറിയിൽ നാട്ടിയ കുരിശ് വരെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. കാരണം ആ നിധിക്ക് വില കൊടുത്തിട്ടാണ് കർത്താവ് വാങ്ങിച്ചത്. ഈ നാം പഠിച്ചു വരുന്ന ഓരോ ഉപമയ്ക്കും പ്രത്യേകമായിരിക്കുന്ന പ്രാധാന്യതകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ ഉപമയിൽ നിധി കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം, അത് സ്വന്തമാക്കുവാൻ അവനുള്ളതെല്ലാം വിറ്റു. അപ്പോൾ ആ കണ്ടപ്പോഴുള്ള സന്തോഷവും അത് വാങ്ങിക്കുവാനായിരിക്കുന്ന സന്തോഷവും വളരെ ചിന്തനീയമായ വിഷയമാണ്. ആ മനുഷ്യൻ ചെയ്തത്, അവൻ്റെ ഭൂമി മൊത്തം വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് അവനുണ്ടായിരുന്നതെല്ലാം വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ടുവന്ന് ഈ നിധി വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. തികച്ചൊരു വിചിത്ര സംഭവമാണ്. നമുക്ക് ഈ ഭാഗത്തുനിന്നും പല ചിന്തകൾ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. ഒന്നാമതായിട്ട്, തികച്ചും അപ്രത്യക്ഷമായി ഇവിടെ പറയുന്ന ഈ മനുഷ്യൻ, നിധി കണ്ട മനുഷ്യൻ എങ്ങനെയാണ് അവിടെ കണ്ടുപിടിക്കുവാൻ കാരണം ഇടയായിത്തീർന്നത്? ഒരു പക്ഷേ അതിൽ ചവിട്ടിക്കാണും. അപ്പോൾ പ്രത്യേകത തോന്നിയത് കൊണ്ടായിരിക്കാം ഇവിടെ എന്തോ വിലപിടിപ്പുള്ള സാധനങ്ങൾ കുഴിച്ചു വച്ചിട്ടുണ്ട് എന്ന് തോന്നിയത്. അതല്ല എങ്കിൽ ഈ വയലിലൂടെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്തോ മുഴച്ച് നിൽക്കുന്നതായിട്ട് തോന്നി, അതിനകത്ത് സംഗതികൾ എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. അതല്ല എങ്കിൽ ഈ പുരയിടത്തിനകത്ത് ഏതോ കാരണത്താൽ കുഴിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഇത് കണ്ടു, ആരോടും പറയാതെ ഒളിച്ചു വെച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, നിധി കണ്ട മനുഷ്യൻ്റെ അല്ല ഈ ഭൂമി. ആരാണ് നിധി കണ്ടുപിടിച്ചത്? ആ മനുഷ്യൻ്റെ അല്ല ഈ ഭൂമി. കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. പക്ഷെ കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ സപ്തനായി പോവുകയാണ്, സർപ്രൈസായി പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം കൊണ്ട് നിറയുകയാണ്. സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അവൻ ചെയ്തത്, ഈ സ്ഥലം, നിധി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലം മുഴുവനും വില കൊടുത്ത് വാങ്ങാനായിട്ട് അവന് തീരുമാനിച്ചു. അപ്പോൾ ഇതെങ്ങനെ വില കൊടുത്ത് വാങ്ങിക്കാം എന്നതിനെപ്പറ്റി ചിന്തിച്ചു. ഏക മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, അവനുള്ള വസ്തുക്കളെല്ലാം വിറ്റിട്ട് ഇത് വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ആരും പറയണ്ട, ചിന്തിച്ചാൽ മാത്രം മതി. ഈ മനുഷ്യൻ്റെ സ്ഥാനത്ത് നമ്മളാണ് നിധി കണ്ടതെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഇപ്പം ഒന്ന് പറയണ്ട.
പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ നിധി നോക്കി വെച്ചിട്ട് സകലർ ഉറങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നെന്നറിയാമോ? ഈ നോക്കി വെച്ചിട്ട് സകലർ ഉറങ്ങുമ്പോൾ രാത്രിയിൽ വന്ന് എടുത്തുകൊണ്ട് ആയിരുന്നില്ല നല്ലത്? അതിലായിരുന്നു നല്ലത്. അതല്ല സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. ഇത് നോക്കി വെച്ചിട്ട് ആരോടും പറയാതെ ആ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് കരിയിലയോ കല്ലോ ഒക്കെ കൂട്ടി വെച്ചിട്ട് രാത്രി എല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോൾ പോയി എടുത്തുകൊണ്ട് പോകുന്നല്ലായിരുന്നു നല്ലത്? അവൻ്റെ സ്ഥലം വിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മളാരെങ്കിലും വിൽക്കുമോ? സ്വന്തം സ്ഥലം കയ്യിലിരിക്കത്തില്ലായിരുന്നോ? നിധി കൈവശപ്പെടുത്തുകയും സ്വന്തം സ്ഥലം കൈവശം ഇരിക്കുകയും ചെയ്യുകയില്ലായിരുന്നോ? ബുദ്ധിയാണെന്നോ കാണിച്ചത്? നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് തികച്ചൊരു മണ്ടത്തരമായിട്ട് തോന്നുന്നുണ്ട്, ഇല്ലേ? സാധാരണപ്പെട്ട ഏത് മനുഷ്യൻ ആരോടും പറയാതെ ആരെയും കാണാതെ ചെന്ന് എടുത്തുകൊണ്ട് പോകും, ഇല്ലേ? പക്ഷെ ഇവിടെ ചെയ്തത് അങ്ങനെയല്ല. ചില ആൾക്കാർ പറയുന്നത് ഈ യേശു പറയുന്ന ഈ ഉപമ ഈ ഒരു കർത്താവ് ഒരു ആത്മീയ സത്യം സ്ഥാപിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഈ പറയുന്ന ഉപമ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. യാഥാർത്ഥ്യബോധ്യമില്ലാത്ത ഒരു ഉപമയായിട്ടാണ് ചില ആൾക്കാർ ഇതിനെ പറയുന്നത്. കാരണം ആത്മീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ചില ന്യായങ്ങളുണ്ട്. ഈ മനുഷ്യൻ ചെന്ന് ഈ വയലിൻ്റെ ഉടമസ്ഥനായ മനുഷ്യനോട് കാര്യം ചെന്ന് പറയുന്നതല്ലായിരുന്നോ നല്ലത്? നിൻ്റെ പുരടത്തിനകത്ത് ഇന്നത് ഞാൻ കണ്ടു എന്ന് ധാർമ്മികമായിട്ട് ചെന്ന് പറയുന്നതല്ലായിരുന്നോ നല്ലത്? അതെന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്? അങ്ങയുടെ വയലിൽ ഞാനൊരു നിധി കണ്ടു എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അതല്ലേ ധാർമ്മികത എന്ന് പറയുന്നത്? ഈ മനുഷ്യൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ സ്വന്തമല്ലേ? വേറൊരു മനുഷ്യൻ്റെ സ്വന്തമല്ലേ? അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് നിധി ഇരിക്കുമ്പോൾ ചെന്ന് ആ മനുഷ്യനോട് പറയുകയല്ലേ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്? അവർ പറയുന്നത് ഈ ഉപമ ഇങ്ങനെ ആയിരുന്നില്ല കർത്താവ് പറയേണ്ടത്, ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് ഒരു ആൾക്കാർ പറയാറുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ആയിരുന്നോ ഇത് പറയേണ്ടിയിരുന്നത്? നമ്മുടെ പുരയിടത്തിൽ ആണെങ്കിൽ, നമ്മുടെ പുരയിടത്തിൽ മനുഷ്യൻ വന്ന് ജോലി ചെയ്യുകയാണ്, എന്തെങ്കിലും വിശേഷപ്പെട്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളോടൊന്ന് പറയുക എന്നുള്ളത് ഒരു ധാർമ്മികത. അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്നാണ് ഈ ആൾക്കാരോട് പറയുന്നത്. എന്നാൽ ഇവിടെ ചിന്തിച്ച് വരുമ്പോൾ ഇതിൽ അധാർമ്മികമായിട്ടൊന്നുമില്ല. ധാർമ്മികതയോടെ ആയിരിക്കുന്ന വിഷയം ഇവിടെ ഉദിക്കുന്നില്ല. കാരണം ഈ മനുഷ്യൻ അന്യായമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ന്യായമായിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ. സത്യസന്ധം അല്ലാത്തത് ചെയ്യുന്നില്ല. നിധി എടുത്തുകൊണ്ട് പോകാതെ ത്യാഗസന്നദ്ധത കാണിച്ച് തനിക്കുള്ളതെല്ലാം വിറ്റ് വസ്തുവിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചതായ വില കൊടുത്തിട്ട് വാങ്ങിക്കുക. മോഷ്ടിച്ചിട്ടില്ല, എത്ര വില ചോദിച്ചോ അത് വില കൊടുത്ത് വാങ്ങിച്ചു. ഇപ്പം ന്യായമായിട്ടുള്ളത് കൊടുത്തു, ചോദിച്ചതും കൊടുത്തു. ആ കൊടുത്തത് കൊണ്ട് എന്താ കാണുവാൻ കഴിയുന്നത്? നിധിയുടെ വിഷയത്തിൽ ആർക്കും ഇവനെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല. കാരണം ചോദിച്ച വില കൊടുത്ത് വാങ്ങിച്ചു. ഇവിടെ നമ്മുടെ മുമ്പിൽ ചോദ്യമുള്ളത്, ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. വസ്തു വിറ്റ ഉടമസ്ഥന് അറിയാമായിരുന്നോ തൻ്റെ വസ്തുവിൽ ഈ നിധി ഉണ്ട് എന്നുള്ളത്? വസ്തു വിറ്റ മനുഷ്യന് അറിയാമായിരുന്നോ തൻ്റെ ഈ വസ്തുവിനകത്ത് എന്ത് ഉണ്ട്? അറിയാമായിരുന്നുവെങ്കിൽ അതെടുത്ത് മാറ്റിയ ശേഷമല്ലേ വസ്തു കൊടുക്കുകയുള്ളായിരുന്നു, അല്ലേ? അതല്ലേ ന്യായം എന്ന് പറയുന്നത്. താൻ വെച്ചിരിക്കുന്ന സമ്പത്ത് എടുത്ത് മാറ്റിയ ശേഷമല്ലേ കൊടുക്കുന്നത്. നമ്മുടെ പുരയുടെ ഒരു മനുഷ്യൻ വിൽക്കുകയാണെങ്കിൽ നമ്മളതിനകത്ത് തേക്കും വിലയുടെ എല്ലാം വിറ്റിട്ടല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിലുൾപ്പെടെയല്ലേ വില പറയുന്നത്. പക്ഷേ ഈ മനുഷ്യന് എൻ്റെ പുരയിടത്തിൽ നിധി ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ എടുത്ത ശേഷം വേണ്ട കൊടുക്കാൻ. അപ്പോൾ സ്വന്തം ഭൂമിയിൽ നിധി ഉണ്ട് എന്നവന് അറിയത്തില്ലായിരുന്നു.
എങ്ങനെയോ കൈമാറി ഈ മനുഷ്യൻ്റെ കയ്യിൽ വന്നതാണ്. എങ്ങനെയോ കൈമാറി ഈ മനുഷ്യൻ്റെ വന്നതാണ്. പക്ഷെ അവന് അതിനകത്ത് നിധി ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ സ്വന്തം ഭൂമിയിൽ, ശ്രദ്ധിക്കണം, സ്വന്തം ഭൂമിയിൽ നിധി അവൻ സൂക്ഷിച്ചിട്ടില്ല. അവൻ്റെ അറിവോടുകൂടി സ്വന്തം ഭൂമിയിലെ നിധി സൂക്ഷിച്ചിട്ടില്ല. നിധി ഉണ്ടെന്നവന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിധി അവൻ്റേതാണോ? അല്ല. അപ്പോൾ അവൻ്റേതുമല്ല ഈ നിധി എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയോ കൈമാറി ഈ മനുഷ്യൻ്റെ കയ്യിൽ വന്നതേ ഉള്ളൂ. ആരുടേതായിരുന്നോ ആദ്യമായിട്ട് അവകാശമായിട്ടുള്ളത് ആ മനുഷ്യനെ അറിയത്തുള്ളൂ ഇതിനകത്ത് നിധിയുണ്ടെന്നുള്ളത്. പക്ഷേ ഇതെങ്ങനെയോ കൈമാറി ഇപ്പോൾ ഇരിക്കുന്ന മനുഷ്യൻ്റെ വന്നു, അവനും അറിയത്തില്ല നിധി ഉണ്ടെന്നുള്ളത്. പക്ഷേ വേറൊരു മനുഷ്യനാണ് അത് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച ആരാണ്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആരാ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചത്? ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇപ്പോൾ ആരുടെ കൈവശമാണ് ഈ ഭൂമി ഇരിക്കുന്നത്? ആ മനുഷ്യനല്ല ഒളിപ്പിച്ച് വെച്ചത്, ആണ് മുമ്പ് ആരോ ഒളിപ്പിച്ച് വെച്ചതാണ്. പക്ഷെങ്കിൽ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ സംഗതിവശാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അത് കണ്ടുപിടിക്കുവാനിടയായി തീർന്നു. ഇവിടെ ഈ മനുഷ്യൻ സ്ഥലം വാങ്ങിയത് ചതിവിലൂടെയാണോ? അല്ല, ചതിവിലൂടെയല്ല വാങ്ങിച്ചത്. ന്യായമായ രീതിയിലാണ് വാങ്ങിച്ചത്. അതിന് ന്യായമായ വില കൊടുത്തുമാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ ഒരു ധാർമ്മികതയുടെ വിഷയം ഉദിക്കുന്നില്ല. കാരണം ഈ മനുഷ്യൻ്റേതുമല്ല ആ നിധി എന്ന് പറയും. അപ്പോൾ വയൽ എന്ന് പറയുന്നത് ആരുടേതാണ്? നേരത്തെ ഞാൻ ചിന്തിച്ചു, വയൽ ആരുടേതാണ്? പിതാവാം ദൈവത്തിൻ്റെതാണ് വയൽ എന്ന് പറയുന്നത്. അതിൽ ആരാണ് നിധി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? പിതാവാം ദൈവമാണ് ആ നിധി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ നിധി എന്ന് പറയുന്ന ആരാണ്? ഒരു ശേഷിപ്പ്. ഇസ്രായേൽ ജനത്തിൽ നിന്നും ഭക്തിയുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരു ശേഷിപ്പിനെ ദൈവനിധിയായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അത് യഹൂദ ജാതിയിൽപ്പെട്ട ഒരു ശേഷിപ്പായിരുന്നു. ഈ നിധി പുത്രനായ ക്രിസ്തു കണ്ടു, അതിന് ന്യായമായ അർഹിക്കുന്ന വില കൊടുത്ത് അത് വാങ്ങിച്ചു. അപ്പോൾ ഏത് യുഗത്തിൽപ്പെട്ട മനുഷ്യനെയും സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അർഹിക്കുന്ന ന്യായമായ വില കൊടുത്തു. മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് തൻ്റെ സ്വന്തം പ്രാണനെ കൊടുത്ത്, അത് വലിയ വിലയായിരുന്നു കൊടുത്തത്. തനിക്കുള്ളതെല്ലാം കൊടുത്തു, ഒന്നും ശേഷിപ്പിക്കാതെ എന്തെല്ലാം തൻ്റെ കൈവശം ഉണ്ടായിരുന്നോ തൻ്റെ അവസാനത്തിലുള്ള രക്തം വരെയും വില കൊടുത്ത് മനുഷ്യവർഗത്തെ വാങ്ങിച്ചു. ആരും ഫ്രീ ആയിട്ട് വന്നവരല്ല. നമ്മുടെ രക്ഷ നമുക്ക് സൗജന്യമാണ്. പക്ഷേ നമ്മുടെ അനുഭവിക്കുന്ന രക്ഷയ്ക്ക് ഭയാനമായ വിലയാണുള്ളത്. തനിക്കുള്ളതെല്ലാം കൊടുത്ത് ആ നിധിയെ സമ്പാദിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ശേഷിപ്പ് അത് ദൈവം അവർക്കും വില കൊടുത്ത് സ്വന്തമാക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് ഇവിടെ വരികയാണ്. അപ്പോൾ വലിയ വിലയെന്ന് പറയുമ്പോൾ എന്താണ്? തൻ്റെ സ്വന്തം പ്രാണനാണ് വലിയ വിലയായി തീർന്നത്. അങ്ങനെ നിധിയായ യഹൂദന്മാരുടെ ശേഷിപ്പിനെ കർത്താവിടെ സ്വന്തമാക്കി. അപ്പോൾ നിധി എന്ന് പറയുന്നത് ഒരിക്കലും സഭയല്ല, നിധി സഭയല്ല. എന്നാൽ പിന്നീട് നിധി ഇവിടെ വന്നു, സഭയിൽ വന്നു. നിധി ഒരിക്കലും സഭയായിരുന്നില്ല, പക്ഷേ നിധി പിൽക്കാലത്ത് ഇവിടെ വന്നു, സഭയിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പല കൂട്ടത്തിൽപ്പെട്ടായിരിക്കുന്ന ആൾക്കാരുണ്ട്. സഭ എന്ന് പറയുന്നത് സകല വംശത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവായിരിക്കുന്ന ദൈവമക്കൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ ചിന്തിച്ചാൽ നമ്മെയും അവൻ വലിയ വില കൊടുത്താണ് വാങ്ങിച്ചത്. ശേഷിപ്പായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെയും വില കൊടുത്ത് വാങ്ങിച്ചു. അതേപോലെ തന്നെ നമ്മെയും കർത്താവ് വില കൊടുത്ത് വാങ്ങിച്ചു. 1 കൊരിന്ത്യർ 6:19 കാണുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ ഉള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നമ്മളെങ്ങനെയാണ് സ്വന്തമാക്കിയത്? നമുക്കും കർത്താവ് വില കൊടുത്തു. അപ്പോൾ തനിക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി ഏത് വംശത്തിൽപ്പെട്ടവനും
കർത്താവ് വലിയ വില കൊടുത്താണ് വാങ്ങുന്നത് എന്ന് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ യേശു കർത്താവ് കാൽവറിയിൽ കിടന്നുകൊണ്ട് നമുക്കറിയാം 7 വാക്കുകൾ, മൊഴികൾ ഉച്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്കാണ് ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് പറയും. യോഹന്നാൻ്റെ സുവിശേഷം 19:30 നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അതായത് അത് നിവൃത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഗ്രീക്ക് റൂട്ട് വാക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ടെലിയു എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ടെറ്റലസ്റ്റായി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പൂർണ്ണതയിൽ കൊണ്ടുവന്നിരിക്കുന്നു, പൂർത്തിയാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ടെറ്റലസ്റ്റായി എന്ന ആ ഗ്രീക്ക് വാക്കിന് പുരാതന ഗ്രീക്സിൽ വേറെ ചില സന്ദർഭങ്ങളിലും ഈ ടെറ്റലസ്റ്റായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഗ്രീക്കുകാരുടെ ഇടയിൽ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ടെറ്റലസ്റ്റായി ഉപയോഗിക്കാറുണ്ട്. അതൊന്നാമത് ബിസിനസ്, വ്യാപാര രംഗത്ത് ഈ ടെറ്റലസ്റ്റായി എന്ന വാക്കുകൾ അവർ ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ കടം കൊടുക്കുകയാണെങ്കിൽ കടം കൊടുത്ത ആളിൻ്റെ പേരും തീയതിയും സമയവും എല്ലാം ഒരു ബുക്കിൽ കുറിച്ചിടും, അല്ലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും, അതിനകത്ത് എഴുതി വച്ചിരിക്കുക. എന്നാൽ ഏത് സമയത്ത് ഈ മനുഷ്യൻ വന്ന് കടം വീട്ടുന്നുവോ തിരികെ കൊടുക്കുന്നുവോ ആ സമയത്ത് അവിടെ എഴുതും ടെറ്റലസ്റ്റായി എന്ന് എഴുതിയിട്ട് ഒപ്പിടും. എന്ന് വെച്ചാൽ കടം പൂർണ്ണമായിട്ട് തിരികെ തന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതായിട്ട് ലീഗൽ സൈഡ്, നിയമപരമായിട്ടുള്ള നിലയിൽ ഈ ടെറ്റലസ്റ്റായി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു കോടതി വിധി പൂർണ്ണമായി നടപ്പിലാക്കി നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് കഴിയുമ്പോൾ അവിടെയും ടെറ്റലസ്റ്റായി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മൂന്നാമതായിട്ട് മിലിറ്ററി ഭാഷയിൽ, സൈനികപരമായ നിലയിൽ ഈ വാക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. ഒരു യുദ്ധത്തിൽ വിജയം നേടിക്കഴിഞ്ഞാൽ, ശക്തമായി പോരാടി ശത്രുവിനോട് ജയം നേടിക്കഴിഞ്ഞാൽ അവിടെയും അവർ പറയും ടെറ്റലസ്റ്റായി. അപ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണം എങ്ങനെയായിരുന്നു? സാത്താനോട് പൊരുതി പോരാടി ജയാളിയായി ന്യായമായ രീതിയിൽ വിജയം നേടി കൊടുക്കേണ്ട കടമെല്ലാം കർത്താവ് കൊടുത്ത് വീട്ടി, ഒന്നും ശേഷിക്കാതെ സകലവും നിവൃത്തിയായി എല്ലാം തീർത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവ് വിളിച്ചു പറയാണ് ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ കടം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കൊടുത്തു തീർത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ചിന്തനീയമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചിന്തിക്കേണ്ടായിരിക്കുന്ന വിഷയം, പാപത്തിൻ്റെ കടം പൂർണ്ണമായി കൊടുത്തു, ഒട്ടും അവശേഷിക്കാതെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വില കൊടുത്ത് അവൻ നമ്മെ സ്വന്തമാക്കി. നാം വായിക്കുന്നത് യഹൂദനോ യവനോ എന്ന വ്യത്യാസമില്ലാതെ, ദാസനോ സ്വതന്ത്രനോ എന്ന വ്യത്യാസമില്ലാതെ, ബലവാനോ ബലഹീനനോ എന്ന വ്യത്യാസമില്ലാതെ, വിദ്യാസമ്പന്നനോ വിദ്യാഹീനനോ എന്ന വ്യത്യാസമില്ലാതെ, ചെറിയവരോ വലിയവരോ എന്ന വ്യത്യാസമില്ലാതെ സകലരുടെയും കടം കർത്താവ് കൊടുത്തു തീർത്തു എന്നുള്ളത് വളരെ അത് ചിന്തിക്കേണ്ടായിരിക്കുന്ന വിഷയമാണ്. അങ്ങനെ നാം ആരാണ്? ഇപ്പോൾ കർത്താവിൻ്റെ നിധിയാണ്. നാം കർത്താവിൻ്റെ വിലപ്പെട്ട നിധിയായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്.